തീരങ്ങൾക്കുമപ്പുറം ദേശങ്ങൾക്കുമപ്പുറം നല്ല ഇടയന്റെ സന്ദേശമിതാ പരക്കുന്നു. വലിയ മുക്കുവൻ ഇതാ ആഴത്തിൽ വലയിറക്കുവാൻ അനേകരെ വിളിക്കുന്നു. സുവിശേഷത്തിൻ്റെ പെരുമഴക്കാലം ഇതാ ആഗതമാകുന്നു. സ്വർഗത്തിലേക്ക് കരമുയർത്തി ആശ്രയം തേടി അനേകരിത വൻകരകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തിനു മുഴുവൻ അവകാശപ്പെട്ടതാണ്. അനേകം ആത്മാക്കളുടെ രക്ഷ സ്വർഗം കൊതിയോടെ കാത്തിരിക്കുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ജനതകൾക്കിടയിലേക്ക് ക്രിസ്തു സന്ദേശവുമായി യാത്രയായ ഒരു സലേഷ്യൻ വൈദികന്റെ പങ്കുവയ്ക്കലുകളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഇത് ആഭ്യന്തര യുദ്ധത്താൽ തകർന്നടിയുന്ന സുഡാൻ എന്ന രാജ്യത്ത് ക്രിസ്തു സ്നേഹവുമായി കടന്നുചെന്ന ഫാദർ ഷൈജൻ ചമ്മരപ്പള്ളിൽ അനേകം പ്രതികൂല സാഹചര്യങ്ങൾക്കു നടുവിലും ഈ പാവപ്പെട്ട ജനതകൾക്കിടയിൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി ഈ വൈദികൻ മാറ്റപ്പെടുന്നു. കുഷ്ഠരോഗികളെ പരിചരിച്ചും ആരോരുമില്ലാത്തവരുടെ ആശ്രയമായും ഈ വൈദികൻ ഇവർക്ക് നല്ല ഇടയനാകുന്നു. ഞാൻ ലോകത്തിനു പ്രകാശമാകുന്നു എന്ന യേശുനാഥന്റെ വചനം സുഡാൻ എന്ന ഈ ഇരുണ്ട ദേശത്ത് നൽകി ഈ നാടിനെ മുഴുവൻ സുവിശേഷത്തിൻ്റെ പുത്തൻ താഴ്വാരമാക്കി ഈ വൈദികൻ മാറ്റുന്നു. ഷൈജനച്ച, സ്വാഗതം. ശാലോം ടി വിയുടെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡാണിത്. ആദ്യ എപ്പിസോഡിൽ അച്ഛൻ്റെ ഷെയറിങ്സ് വളരെ ഹൃദ്യമായിരുന്നു. പ്രത്യേകിച്ച് അച്ഛനൊരു ദൈവവിശ്വാസത്തിലേക്ക് എങ്ങനെ വന്നു, ഒരു ചെറുപ്പകാലഘട്ടത്തിൽ എങ്ങനെ കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു, എങ്ങനെ അച്ഛനൊരു വൈദികനാവാൻ തീരുമാനിച്ചു, നോർത്ത് ഈസ്റ്റിലെ സലേഷ്യൻ പ്രോവിൻസിൽ അച്ഛൻ ജോയിൻ ചെയ്തു. ആ വൈദിക പരിശീലന കാലഘട്ടത്ത് അച്ഛനുണ്ടായ വലിയ അനുഭവങ്ങൾ അച്ഛൻ്റെ ഒരു മിഷണറി തീഷ്ണതയെ കുറച്ചുകൂടെ ബലപ്പെടുത്തി. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എപ്പിസോഡ് അച്ഛൻ പറഞ്ഞ ഏറ്റവും ഹൃദ്യമായ ഒരു കാര്യങ്ങളിൽ ഒന്ന്, അച്ഛൻ്റെ വൈദിക പരിശീലന കാലത്ത് അച്ഛൻ്റെ പരിശീലനത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന രണ്ടച്ഛന്മാരും ഒപ്പം ഉണ്ടായിരുന്ന ഒരു ബ്രദറും തീവ്രവാദികൾ നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച്, താമസിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് വെടിയേറ്റ്, തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷികളായ അവരുടെ മരണവും വേർപാടും അച്ഛന് കൂടുതൽ മിഷണറി തീഷ്ണത തരുവാണ് ചെയ്തത് എന്നുള്ള ഒരു വലിയ ഒരു പങ്കുവയ്ക്കൽ അനേകർക്ക് പ്രചോദനമാണെന്ന് എനിക്കൊരു സംശയമില്ല. അച്ഛൻ അവസാനം വീണ്ടും നോർത്ത് ഈസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെയുള്ള വളരെ ടഫായിട്ടുള്ള ഒരു മിഷണറി പ്രദേശത്ത് നിന്ന് അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ത്യാഗങ്ങളും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞ സൗത്ത് സുഡാൻ എന്ന ആഫ്രിക്കൻ രാജ്യത്തേക്ക് അച്ഛനെ എത്തിപ്പെട്ടൊരു കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അച്ഛാ, സൗത്ത് സുഡാനിലെ അച്ഛൻ അവിടെ എത്തിയതിന് ശേഷമുള്ള അച്ഛൻ്റെ മിഷണറി പ്രവർത്തനങ്ങളിലെ ഏറ്റവും അച്ഛന് പറയാൻ തോന്നുന്ന കാര്യം ഒന്ന് പറഞ്ഞു തുടങ്ങാമോ അച്ഛൻ? ഞാൻ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എൻ്റെ ആ സൗത്ത് സുഡാനിലേക്ക് ആകർഷിച്ച ഒരു കാര്യം അതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ജെയിംസ് പുളിക്കലച്ഛനെ കണ്ട ഒരു കാര്യം. ജയിലിലായിരുന്ന അച്ഛൻ, ഒരു 1.5 വർഷത്തോളം ഈ ഭീകരവാദികളുടെ പിടിയിലായിരുന്ന അച്ഛൻ. ആ അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അവിടെ എൻ്റെ ഫുൾ ടൈംഷിപ്പിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ നോർത്ത് ഈസ്റ്റിൽ ഒരു മിഷണറി ആയിരുന്ന സമയത്ത് കേൾക്കാൻ സാധിച്ചു. അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയത്ത് അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് എന്നെ ശരിക്കും ഈ മിഷനിലേക്ക് ആകർഷിച്ചതും അങ്ങോട്ട് കൊണ്ടുപോകാൻ കാരണമായതും. കാര്യം, ഒരു കാര്യം അച്ഛൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ, ഒത്തിരിയേറെ കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അച്ഛൻ നടക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലൊരു കാര്യം അച്ഛൻ പറഞ്ഞത്, അവിടെ ഈ അച്ഛന് അന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു ബൈബിള്, അച്ഛൻ്റെ ആ കയ്യിൽ ഒരു ഷർട്ട് അല്ലാതെ വേറൊരു കാര്യങ്ങളും അച്ഛൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അച്ഛന് കുർബാന ചൊല്ലാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അച്ഛൻ ചെയ്ത ഒരു കാര്യം, ഈ ഇടയ്ക്കൊക്കെ അച്ഛന് കുർബാന ചൊല്ലിയ ഒരു സംഭവം പറഞ്ഞത്, അച്ഛനിടയ്ക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് കൊടുക്കുമായിരുന്നു, കഴിക്കാനായിട്ട് കൊടുക്കുന്ന ബ്രെഡ്. അതിലെപ്പോഴും അച്ഛൻ ഒരു കഷ്ണം ബ്രെഡ് അവർ കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും. ആ ബ്രെഡ് അവരത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് അവരെ കാണാതെ ഒളിപ്പിച്ച് വെച്ച് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അച്ഛൻ ഈ ബ്രെഡ് പുറത്തെടുത്ത്, അച്ഛനും അവരുടെ കൂടെ തന്നെ ആയിരിക്കും കിടക്കുന്നത്, അവർ സോൾജേഴ്സൊക്കെ അച്ഛൻ്റെ അടുത്തൂടെ സൈഡിലൊക്കെ ഉണ്ടാവും. പക്ഷേ അച്ഛൻ ആ ബ്രെഡ് അച്ഛൻ്റെ ശങ്കൽ വെച്ച് അവിടെ ശരിക്കും കിടക്കുമ്പോൾ അവിടെ
പുള്ളിയുടെ ഹൃദയത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചാണ് ബ്രെഡ് വെച്ചിട്ടാണ് അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അതായത് അച്ഛന് മറ്റു സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അച്ഛൻ സ്വന്തം നെഞ്ച് തന്നെ നെഞ്ചാണ് ഒരു അൾത്താരയാക്കി വെച്ചത്. മാരടത്തിൽ തന്നെ അത് അൾത്താരയായി ഉപയോഗിച്ചുകൊണ്ട് കുർബാന ചൊല്ലി. ആ ബ്രെഡിന് വൈനൊന്നുമില്ല, പക്ഷേ ആ ബ്രെഡ് വെച്ച് തന്നെ അച്ഛൻ കുർബാന ചൊല്ലി ആ രീതിയിൽ ഈശോയെ സ്വീകരിക്കുന്ന ഒരു കഥകളൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ ഒരു അനുഭവമാണ് ശരിക്കും എനിക്ക് ഈശോയോട് കൂടുതൽ സ്നേഹവും ഈശോയ്ക്ക് വേണ്ടി ഈ അച്ഛനിലൂടെ ഈശോ പ്രവർത്തിച്ച ആ രീതിയിലൊക്കെ അച്ഛൻ കഷ്ടപ്പാട് സഹിച്ചതുപോലൊക്കെ ഈശോയ്ക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പാട് സഹിക്കാനും കുറച്ച് സഹനങ്ങളിലൂടെ കടന്നു പോകാനൊക്കെ ഉള്ളൊരു പ്രചോദനമൊക്കെ ആയതും ആ സൗത്ത് സുഡാനോടൊരു സ്നേഹവും ആ സുഡാൻ മിഷനിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നത് ആ അച്ഛൻ്റെ ഓരോ അനുഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ധാരാളം മിഷണറിമാരുടെ കഥ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് പുളിക്കനച്ഛനെയും പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തറിയാവുന്ന ഒരു വൈദികനാണെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതായത് ഒരാൾ സ്വന്തം മാരടത്തിൽ നെഞ്ച് തന്നെ അൾത്താരയാക്കി മാറ്റിക്കൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ കഴിക്കാൻ കിട്ടുന്ന അപ്പത്തിൽ നിന്ന് മാറ്റി വെച്ച് അപ്പം വെച്ച് വിശുദ്ധ കുർബാന ചെല്ലേണ്ടി വരുന്ന ഒരു വൈദികൻ്റെ ഒരു ജീവിതം പിന്നെ എങ്ങനെ ഷൈജനച്ച നന്നാവാതിരിക്കും? ഇതൊക്കെ അടുത്ത് കണ്ട് കേൾക്കുകയും ചെയ്ത സ്വാഭാവികമായിട്ട് ഏതൊരാളും അറിയാതെ മിഷണറിയായി ജീവിക്കേണ്ടി വരുന്നു. അച്ഛാ, കൂടുതൽ കാര്യങ്ങൾ ആഫ്രിക്കയിൽ, കാരണം സൗത്ത് സുഡാൻ പോലത്തെ ഒരു രാജ്യത്ത് അച്ഛൻ ആഫ്രിക്കൻ മിഷനിലെ ചില ഒരുപക്ഷെ യാത്രകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് എന്താണ് അച്ഛാ അവിടെ ജനറലി നടക്കുന്ന മിഷൻസ് ഒന്ന് പറയാൻ വെച്ചാൽ? ജനറലി നമ്മൾ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സലേഷ്യൻ മിഷനിൽ ഞങ്ങൾക്ക് സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, പിന്നെ ഒരു റേഡിയോ സ്റ്റേഷൻ, ടെക്നിക്കൽ സ്കൂളുകളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പുതിയൊരു രാജ്യമായിട്ട് ഞങ്ങൾ 5 വർഷം ആകുന്നതുള്ളൂ. അതിന് മുമ്പ് തന്നെ ആണെങ്കിലും പഴയ രാജ്യത്താണെങ്കിലും ഈ യുവജനങ്ങളെ കുറച്ചും കൂടി ഒരു സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിലൊരു സ്കിൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അവർക്കൊരു ജോലി സാധ്യതകളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ ടെക്നിക്കൽ സ്കൂളുകളും കാര്യങ്ങളൊക്കെ നടത്തിയത്. ഈ ഫെയ്ത്ത് ഫോർമേഷനോടൊപ്പം തന്നെ വിശ്വാസ പരിശീലനം എത്രമാത്രം അവരുടെ ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് എത്രമാത്രം ഈശോയെ കൊടുക്കാൻ പറ്റും, അത് കാറ്റഗറ്റിക്കലായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. അതിന് കൂടെ തന്നെ അവർക്കൊരു സ്കിൽ ട്രെയിനിങ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് സാധാരണ. അപ്പോൾ അതിൽ നമ്മൾ പല മിഷനിലും യാത്രാ സൗകര്യങ്ങൾ റൈജോട് വന്നിട്ടുള്ളതുകൊണ്ട് അറിയാം. അവിടെ നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ വളരെ വിരളമാണ്. ശരിക്കും ടാർമാർക്ക് റോഡുകൾ നമുക്കില്ല. എത്തിപ്പെടേണ്ട സ്ഥലങ്ങളുടെ ദൂരം ഒത്തിരിയുണ്ട്. അവിടെ മണ്ണ് റോഡുകൾ, പലപ്പോഴും കുഴികളും കുണ്ടുകളും, ചില സ്ഥലങ്ങളിൽ ചില മഴയൊക്കെ ഉള്ള സമയത്ത് റോഡുകൾ ഒലിച്ചു പോകുകയും അപ്പം നമുക്കൊത്തിരി പ്രയാസമുള്ളൊരു സാഹചര്യമാണ് എത്തിപ്പെടാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ ചെറിയ എയർപോർട്ടുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഫ്ലൈറ്റിലൊക്കെ പോകേണ്ട അവസരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ കൊടുക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിക്കണം. അപ്പോൾ ആ കഷ്ടപ്പാട് സഹിക്കാനായിട്ട് ഈ മിഷനറിമാർ അവിടെ സുഡാനിൽ എത്തിപ്പെടുന്ന മിഷനറിമാർക്കൊക്കെ ഒത്തിരി അത് കഷ്ടപ്പാട് സഹിക്കാനുള്ളൊരു കൃപ ദൈവം കൊടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ, എനിക്ക് അനുഭവിച്ചിട്ടുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് ഇതുവരെയും കുറച്ച് പേരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ വന്നിട്ടുള്ളവരൊക്കെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈ കഷ്ടപ്പാട് സഹിച്ചാലും എനിക്ക് ഈശോയുടെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ളവരാണ് മിക്കവരും. എനിക്ക് തോന്നുന്നു അവിടുത്തെ റോഡുകളും യാത്രാ സൗകര്യങ്ങളും എല്ലാം വളരെ വളരെ പിന്നെ എയർപോർട്ട് പോലും ദുബായ് എന്ന് പറയുന്ന എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ സ്ഥലത്തൊരു KSRTC സ്റ്റാൻഡിൻ്റെ പോലും സൗകര്യങ്ങളില്ലാത്തൊരു സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എയർപോർട്ട് തന്നെ സൗത്ത് സുഡാനിൽ വന്നപ്പോൾ കാണുന്നത്. വെച്ചാൽ വഴിയെല്ലാം മണ്ണ് വഴിയാണ്. നമ്മളൊരു ഷർട്ട് ഇട്ട് യാത്ര ചെയ്താൽ 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഷർട്ട് ഏത് കളറാണെങ്കിലും ചുമപ്പാവും, മണ്ണിൻ്റെ കളറാവും. അത്ര മാത്രം ഇതായിട്ട് എങ്ങനെയാ അവിടെ അച്ഛന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണേ? അച്ഛൻ്റെ അത്തരം ചില യാത്രകളുടെ എല്ലാ ഓർമ്മകളും അച്ഛന് പറയാനുണ്ടോ? ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ ജൂബയിൽ നിന്ന് ഞങ്ങളുടെ ഒരു മിഷനിലേക്ക് ഒരു 550-600 കിലോമീറ്ററുള്ള ഒരു മിഷനിലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും ഈ റോഡ് ഇതേപോലെയാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ ആയത് ശരിക്കും വളരെ പ്രയാസമായിരുന്നു പോകാനായിട്ട്. നമുക്ക് 4 വീലുള്ള വണ്ടികൾ മാത്രമേ അവിടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഈ 4 വീലുള്ള വണ്ടികളിൽ തന്നെ ചില സമയത്ത് അത് സ്റ്റക്കാവും. ഞങ്ങൾ ഒരു റോഡിൽ ഒരിക്കൽ ഒരു 2-3 മണിക്കൂറോളം സ്റ്റക്കായതിൻ്റെ കാരണം ഞങ്ങളുടെ വണ്ടിയല്ല, അതിന് ഞങ്ങൾ വണ്ടിക്ക് മുമ്പ് പോയ ഒരു 2 ട്രക്കുകൾ, ഒരു ട്രെയിലർ നേരെ റോഡിൽ തന്നെ മറിഞ്ഞു വീണു. വേറൊരു ട്രെയിലർ അവിടെ വഴിയിൽ സ്റ്റക്കായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വശത്തേക്കും വണ്ടികൾ പോകാത്ത ഒരു സ്ഥിതി. ഒരു 3-4 മണിക്കൂർ ഞങ്ങളത് ക്ലിയർ ചെയ്യുന്നിടത്ത് അവിടെ നിന്നു, ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് ആ ബ്ലോക്ക് വന്നിടത്തു നിന്ന് ഞങ്ങളുടെ മിഷനിലേക്ക് ഒരു 30 കിലോമീറ്റർ കൂടെ പോയാൽ മതി. ഞങ്ങൾ 270 കിലോമീറ്റർ 300 കിലോമീറ്ററിനടുത്ത് അടുത്തൊരു മിഷനുണ്ട്. അവിടെ എത്താണെങ്കിൽ ഒരു 30 കിലോമീറ്റർ പോകണം. പക്ഷേ അതിനടുത്ത് വരെ എത്തിയിട്ട് 270 കിലോമീറ്റർ ക്യാപിറ്റലിൽ നിന്ന് ഞങ്ങൾ വിട്ടു. പക്ഷേ അവിടെ നിന്ന് ഈ 30 കിലോമീറ്റർ പോകാൻ പറ്റാതെ ഞങ്ങൾ അവിടെ റോഡിൽ തങ്ങി. അന്ന് പോകാൻ സാധിക്കാതെ വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വേറെ കുറച്ചും കൂടെ പുറകിലേക്ക് വന്ന് അന്ന് വണ്ടിയിൽ തന്നെ കിടന്നു, അന്ന് വണ്ടിയിൽ തന്നെ ഉറങ്ങി. പിറ്റേ ദിവസം പിന്നെ കുറച്ചുകൂടെ റോഡൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഡ്രൈ ആയി കഴിഞ്ഞ് അവിടെ നിന്ന് വേറെ വലിയ എക്സ്കവേറ്ററൊക്കെ കൊണ്ടുവന്ന് മറിഞ്ഞ വണ്ടി മാറ്റിയിട്ടൊക്കെയാണ് പിന്നെ അടുത്ത ദിവസം ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, പല തവണ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ
ഞങ്ങളെപ്പോഴും ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. അന്നാണെങ്കിലും ഞങ്ങൾ അവിടുന്ന് ജൂബയിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ ഒത്തിരി ബ്രെഡോ അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാറില്ല. വാങ്ങുന്നത് ഒരു അവിടെ അടുത്ത ഉള്ള സ്ഥലത്തു നിന്നാണ് ബ്രെഡ് മേടിക്കുന്നത്. പക്ഷേ അന്ന് ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ അവിടുന്ന് ജൂബയിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു സ്ഥലത്ത് കയറിയപ്പോൾ ചായ കുടിച്ച കൂട്ടത്തിൽ അവിടെ ഒരു പ്രത്യേക സൈസ് ബ്രെഡ് പാക്കറ്റ് കണ്ടു. അപ്പോൾ പെട്ടെന്ന് കുറച്ച് കൂടുതൽ ബ്രെഡ്, അപ്പം നമ്മുടെ അടുത്ത സിസ്റ്റേഴ്സിന് കുറച്ച് കൊടുക്കാം അന്ന രീതിയിൽ കുറച്ച് കൂടുതൽ ബ്രെഡ് മേടിച്ചു. ആ ബ്രെഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് രാത്രിയിൽ പട്ടിണി കിടക്കേണ്ടി വന്നില്ല. അന്നത്തെ ഭക്ഷണവും പിറ്റേ ദിവസത്തെ ഭക്ഷണവും ഞങ്ങൾക്ക് കർത്താവ് ഒരുക്കി തന്നെ. ശരിക്കും പറഞ്ഞാൽ ദൈവം ഞങ്ങൾക്ക് മുന്നേ ഒരുക്കി തരികയായിരുന്നു കാര്യങ്ങൾ. ഒരു മിഷണറിയുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് അത് കരുതുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഞങ്ങൾ അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ അത്ര അധികമായിട്ട് കരുതാറൊന്നുമില്ല. പക്ഷേ അന്നത്തെ ആ സ്ഥിതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി നേരത്തെ ഒരുക്കി വെച്ചു. ഞങ്ങളത് വാങ്ങിക്കാൻ ഞങ്ങളെ കർത്താവ് പ്രേരിപ്പിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. ഞങ്ങൾക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് അറിയാറുണ്ട് ഞങ്ങൾ ആ റോഡിൽ അവിടെ സ്റ്റക്കാവാന്ന്. അന്ന് തിരിച്ച് വീട്ടിലെത്തലുണ്ടാവില്ല. അത് ദൈവം അതിനുവേണ്ടി ക്രമീകരിച്ചു. അച്ഛാ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കണത്, ഇപ്പം ഒരു വൈദികൻ സ്വാഭാവികമായിട്ടും ഒരു മിഷണറി സ്ഥലത്ത് ചെന്നാൽ അവിടെ ധാരാളം സാധ്യതകൾ നോർമലി നടക്കുന്ന സാഹചര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഫാദർ ഷൈജൻ എന്ന് പറയുന്ന അച്ഛൻ്റെ ഒരു ദൈവം നൽകിയ പ്രത്യേകമായ ഒരു ടാലൻസ്, ഒരു പ്രത്യേകമായ കഴിവുകൾ, അത് ഈ മിഷനിൽ ഉപയോഗിക്കാൻ പറ്റിയെന്ന് തോന്നുന്ന ഒരു മേഖല അച്ഛന് പറയാൻ പറ്റും? ഒരു മേഖല എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ട് എൻ്റെ പുരോഹിതനായ അച്ഛനായി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് മരീദി എന്നൊരു സ്ഥലത്താണ്. അത് ഈ ജൂബയിൽ നിന്ന് 300 കിലോമീറ്റർ ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് സൗത്ത് സുഡാനിൽ തന്നെ ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് അവിടെ ഒരു സ്കൂളും പാരീഷും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെ ആ സ്കൂളിൽ കുട്ടികൾക്ക് എപ്പോഴും മലേറിയയാണ്. അസുഖങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഒരു ദിവസം ഒരു 10, 30, 40 കുട്ടികളെങ്കിലും, 700 പിള്ളേർ പഠിക്കുന്നതിൽ ഒരു 10-40 കുട്ടികൾ എപ്പോഴും മലേറിയ ഉണ്ടാവും എല്ലാ ദിവസവും നമ്മൾ. അപ്പോൾ അവിടെ ഒരു ആശുപത്രിയില്ല, മരുന്ന് കിട്ടാനുള്ളൊരു സാഹചര്യങ്ങളില്ല. മരുന്ന് മേടിക്കണമെങ്കിൽ അവർക്ക് ഒരു 10-30 കിലോമീറ്ററോളം പോകണം. അല്ലെങ്കിൽ ശരിക്കുള്ള ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 300 കിലോമീറ്റർ വന്നാലേ അവർക്ക് സാധാരണ ഒരു നല്ല ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക്കും അതെൻ്റെ ഒരു ടാലൻ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കർത്താവ് തോന്നിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മരുന്ന് എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാം, ഈ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മരുന്ന് കൊടുക്കാം. മലേറിയയുടെ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്, ഒരു പ്രത്യേക ഒരു മൊഡ്യൂൾ. അതിലൊരു തുള്ളി രക്തം ഒഴിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മലേറിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ UN-ലെ അവരുടെ മെഡിസിനൊക്കെ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് കുറച്ച് കിട്ടി. ആ ഒരു കിറ്റ് കൊണ്ടുവന്ന് ഞാൻ കുറച്ച് അത്യാവശ്യം എൻ്റെ സ്കൂളിലുള്ള കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ തുടങ്ങി. അത് ഒഫീഷ്യലായിട്ടൊന്നും അനുവദനീയമൊന്നുമല്ല. പക്ഷേ അവിടുത്തെ സിറ്റുവേഷൻ വെച്ച് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ ഇവിടെ മലേറിയൊക്കെ പിടിച്ച് മരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹവും ഈശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 1 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 1 വർഷത്തോളം ഞാൻ അവിടെ ഒരു ഡോക്ടർ കൂടി ആയിരുന്നു. ഒരു ഡോക്ടർ കൂടെ ആകേണ്ടി വന്നു. അപ്പോൾ എനിക്ക് മലേറിയ ടെസ്റ്റ് ചെയ്യും, ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യും, അവർക്കുള്ള മരുന്നുകൾ. അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മരുന്ന് UN-ൽ നിന്ന് അവർ കിട്ടുന്ന മരുന്ന് എനിക്കും ഒരു ഷെയർ അവിടുന്ന് തരാൻ തുടങ്ങി. ഡയറക്റ്റായിട്ട് അവർ കാർട്ടൺസ് ഓഫ് മെഡിസിൻ, ഒത്തിരി പാക്കറ്റുകൾ മെഡിസിനുകൾ കൊണ്ടുതരും. അപ്പോൾ എപ്പോഴും അവർ വിളിച്ചു ചോദിക്കും, അച്ഛൻ്റെ മരുന്ന് തീരാറായോ, ഇനി എപ്പോഴാണ് അടുത്ത മരുന്ന് വേണ്ടത്. ആ രീതിയിൽ അത്ര സ്നേഹത്തോടെ അവർ ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ കർത്താവ് തന്ന ഒരു കഴിവാണ് എനിക്ക്. അല്ലാതെ ഞാനൊരു MBBS പഠിക്കുകയോ മരുന്നിനെക്കുറിച്ചോ കാര്യമായ പഠനങ്ങളൊന്നും നടത്തിയിട്ടൊന്നുമില്ല. പക്ഷേ അത് ഈ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈശോ ഞങ്ങളെ ഒരുക്കി. ശരിക്കും അതായത് നമ്മളോട് പ്രവർത്തിച്ചു. ഈ മലേറിയയിൽ മാത്രമല്ല, ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഉള്ളത്, ചെറിയ തുന്നിക്കെട്ടലുകൾ കാര്യങ്ങളൊക്കെ അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കൃപയൊക്കെ കർത്താവ് തന്നു. പിന്നെ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാൻ ഉള്ള കൃപയൊക്കെ കർത്താവ് തന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപയായിരുന്നു. അല്ലാതെ എനിക്ക് പ്രത്യേകമായ ഒരു കഴിവൊന്നും ഉണ്ടായിട്ട് പറ്റിയതല്ല. ഈ ഡോക്ടർക്ക് ഡോക്ടർ വെച്ചാൽ അച്ഛന് മലേറിയ പിടിച്ചില്ലേ? എനിക്ക് പല പ്രാവശ്യം പിടിച്ചു. എത്ര പ്രാവശ്യം? ആൾക്കാരെ കേട്ട് ഞെട്ടട്ടാ. എനിക്കൊരു 10-20ഓളം തവണ മലേറിയ പിടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം വളരെ സീരിയസ് ആയിട്ടൊരു മലേറിയ പിടിച്ച് അത് സെറിബ്രൽ മലേറിയ ആയി. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവിടുന്ന് സുഡാനിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കെനിയയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ഞാനൊരു ICUലൊക്കെ ഒരു 5-6 ദിവസം ICUലൊക്കെ കിടന്നിട്ടാണ് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഒത്തിരി എല്ലാ മിഷനും എനിക്ക് ഒരു വർഷത്തേക്ക് അവിടെ പ്രവർത്തിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യത്തിലും 1 വർഷത്തിനിടെ 3 പ്രാവശ്യം അവനെ മലേറിയ പിടിച്ച് എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. വലിയൊരു ഇത്രയും ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിച്ചാൽ, അച്ഛൻ ഈ പറയുന്ന കുറച്ചുകൂടെ അച്ഛൻ്റെ ഒരു ക്യാരിസം റിലേറ്റഡ് ആയിട്ടുള്ള അച്ഛൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ നല്ല പ്രത്യേകതയാണ്. കാരണം ഒരാൾ വിഷമിക്കണ കണ്ട, സങ്കടപ്പെടണ കണ്ട അച്ഛൻ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അവിടെ അച്ഛൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ആഫ്രിക്കയിൽ പോലും അവിടെ ചെന്നിട്ട് പോലും അച്ഛൻ
വളരെ പാവപ്പെട്ട ആളുകളോട് ചേർന്ന് രോഗികളായ അച്ഛൻ്റെ ഒരു രോഗത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. പാവപ്പെട്ട ആളെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും പാവപ്പെട്ടവരാണ്. എങ്കിലും ഈ കുഷ്ഠരോഗികളായ ആളുകളുടെ ഇടയിൽ അച്ഛൻ്റെ ഒരു പ്രവർത്തന മേഖലയുണ്ട്, നിങ്ങൾക്കൊരു മിഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് അച്ഛനൊന്ന് പറയാൻ വെച്ചാൽ. അത് ഇവിടെ നിന്നുള്ള ആ മിഷനിൽ ഞാൻ ആദ്യം നിന്ന മിഷനിൽ നിന്ന് മറ്റൊരു മിഷനിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി കഴിഞ്ഞപ്പോൾ അവിടെയാണ് ഈ കുഷ്ഠരോഗികൾക്കുള്ള ഒരു ഗ്രാമം. ഒരു ഗ്രാമത്തിൽ മുഴുവൻ കുഷ്ഠരോഗികൾ മാത്രമുള്ള ഒരു ഗ്രാമം. അവരെ റീഹാബിലിറ്റേറ്റ് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാമമാണ്. ഒരു 250-250 ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇടയ്ക്ക് ഞാൻ കുർബാനയ്ക്ക് പോകും, അല്ലാതെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ മരുന്ന് കൊടുക്കാനും ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാനും പോകുമായിരുന്നു. മിക്കവാറും ഇടക്കാലത്ത് ഞങ്ങൾ ചില സമയത്ത് ഞങ്ങൾക്ക് പുറത്തുനിന്നൊക്കെയുള്ള വോളണ്ടിയേഴ്സ്, ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ വരും. അവരില്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഇവരുടെ മുറിവുകളെ വെച്ച് കെട്ടുന്നതും ഇവർക്ക് മരുന്ന് കൊടുക്കുന്നതും. അപ്പോൾ അതിലൊക്കെ ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മദർ തെരേസയുടെ ഒക്കെ ജീവിതം ഞാൻ കേട്ടിട്ടുണ്ട്. മദർ തെരേസയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ നോക്കുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത മദർ തെരേസ ഈ കുഷ്ഠരോഗികളെയും അങ്ങനെയുള്ള രോഗികളൊക്കെ സംരക്ഷിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അവിടെ ഈശോ എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒത്തിരി സന്തോഷത്തോടെ അത് ചെയ്യാൻ പറ്റി. അപ്പോൾ അവരെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ ഒരാളെ കാണുന്നത് പോലെ, എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സഹോദരി, എൻ്റെ അമ്മച്ചി, അല്ല എൻ്റെ സ്വന്തമായ ഒരാൾ അനുഭവിക്കുന്നൊരു വേദന, അതിലെനിക്ക് അവർക്കൊരു സഹായം ചെയ്യാൻ പറ്റുക, അവരുടെ മുറിവ് വെച്ച് കെട്ടാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അത് ഒത്തിരി സന്തോഷത്തോടുകൂടി എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. ഞാനൊരു 2 വർഷം അവിടെ ഉണ്ടായിരുന്ന ആ 2 വർഷക്കാലം തുടർച്ചയായിട്ട് ഞാൻ അവിടെ പോവുകയും അവർക്ക് കുർബാനകൾ ചൊല്ലിക്കൊടുക്കുകയും അവരുടെ കൂടെ പ്രാർത്ഥിക്കുകയും അവരുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടാനും ഒക്കെ കർത്താവിന് കൃപ തന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ശരിക്കും. അപ്പോൾ ഇത് പേടിയില്ല അച്ഛനും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ? നമ്മൾ ദൈവത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അതിന് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 5-6 വർഷത്തോളം ഞാൻ അവർക്ക് 6 വർഷം ആയി ഞാൻ ശരിക്കും അവരുടെ കൂടെ പ്രവർത്തനത്തിലും അവരെ ശുശ്രൂഷിക്കാനൊക്കെ നിന്നിട്ട് ഇതുവരെയും എനിക്ക് എക്സ്റ്റേണലായിട്ട് ഇതുവരെയും കുഷ്ഠങ്ങളൊന്നും കണ്ടിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഇനി വന്നാലും നമുക്ക് കുഴപ്പമില്ല. വന്നാലും കുഴപ്പമില്ല. അച്ഛാ, ഈ രോഗികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു ക്യാരിസമാണ് ചെറുപ്പക്കാരല്ലോ. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഒരു വിശ്വാസത്തിലേക്കുള്ള വരവും ഒക്കെ ചെറുപ്പക്കാരുമായിട്ട് വളരെ ബന്ധപ്പെട്ട. അവിടെയൊക്കെ ചെറുപ്പക്കാരൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? അവരുടെയൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ നമുക്ക്? ചെറുപ്പക്കാർ അവരുടെ ഒരു കൾച്ചർ വേറെയാണ്. അവരുടെ ആ സംസ്കാരത്തിൻ്റെ വ്യത്യസ്തതകളുണ്ട്. അവരെ ആ രീതിയിൽ നമ്മൾ കാണണം. അവരിൽ ഒരാളായിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കേൾക്കാൻ തയ്യാറാണ്. അവർ കേൾക്കും. അവർ ഒത്തിരി കമ്മിറ്റഡും ഒത്തിരി സ്കിൽഫുള്ളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ യുവജനങ്ങളെ എനിക്ക് കൂടുതൽ പിടിക്കാൻ പറ്റിയത്, അവരുടെ കൂടെ എത്താൻ പറ്റിയത് നമ്മുടെ എൻ്റെ ജീസസ് യൂത്ത് ട്രെയിനിങ് ഒക്കെ കൊണ്ടാണ്. ജീസസ് യൂത്തിൽ നമ്മൾ യുവജനങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് അവരുടെ കൂടെ പ്രാർത്ഥിച്ച് അവരുടെ കൂടെ പ്രവർത്തിച്ചൊക്കെ ഉള്ള ആ അനുഭവവും ആ പരിചയമൊക്കെ ശരിക്കും എന്നെ എൻ്റെ മിഷനിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ യുവജനങ്ങളുടെ കൂടെ ഇരിക്കാനും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അവരെ കേൾക്കാനും, അവർക്ക് ഏറ്റവും ആഫ്രിക്കയിലെ മക്കളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ ഒരാൾ വേണം. നമ്മളൊന്ന് ചെവി കൊടുത്താൽ, നമ്മൾ ഒത്തിരി ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കാതെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാൾ വേണം. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും അവർക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിച്ചപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നു. നമ്മുടെ യൂത്ത് സെൻ്ററിലേക്കാണ് ആയിരക്കണക്കിന് യുവജനങ്ങളാണ് നമ്മുടെ യൂത്ത് സെൻ്ററിലേക്ക് വരുന്നത്. പിന്നെ നമുക്കൊരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട് അവിടെ. ഞാൻ ആ റേഡിയോ സ്റ്റേഷൻ്റെ ചുമതല ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോ സ്റ്റേഷനിലൂടെ നമ്മൾ എല്ലാ ആഴ്ചയിലും എന്ന് പറയും യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് കൊടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഈ ഹോമിലുകളും പ്രസംഗങ്ങളൊക്കെ നമ്മൾ യുവജനങ്ങളെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടൊന്ന് കണ്ടെത്താനും അവരുടെ ആവശ്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ എത്തിക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷകരമായിരുന്നു ശരിക്കും യുവജനങ്ങളോട് ജീവിക്കുക എന്നുള്ളത്. ആ ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നങ്ങളോ ആ ഒരു അകൽച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കൂടുതൽ ഒന്നിച്ചടുക്കാനും അവരിൽ ഒരാളായിട്ട് ജീവിക്കാനൊക്കെ ഉള്ളൊരു കൃപ ഈശോ തന്നു. എനിക്ക് അച്ഛൻ പ്രാദേശികമായ ചില സഹനവും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ചില പ്രത്യേകതകളും പറയുമ്പോഴും ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ചെറുപ്പക്കാരുടെ ഭാഷയും അവരുടെ ആവശ്യവും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ ലോകത്ത് എല്ലായിടത്തും ഒരുപോലെയാണ്. ഏകദേശം ഒരുപോലെയാണ്. അച്ഛൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ, അവരെ കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടെങ്കിൽ, സഹിഷ്ണുത ഉണ്ടെങ്കിൽ, അവരിലൊരാളായി കൂടെ നടക്കാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ലോകത്തും എവിടെയായിരുന്നാലും ചെറുപ്പക്കാർ തീർച്ചയായിട്ടും സഭയിലേക്ക് വരും, തീർച്ചയായിട്ടും മിഷണറിമാരെ സ്വീകരിക്കും. അതിലുപരി വൈദികരോട് അവരെ ഏറ്റവും അടുത്ത് നിൽക്കാൻ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് അച്ഛൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലാണ്. അച്ഛൻ്റെ ഓരോ ഇൻസിഡൻറ്റും ഓരോ ഷെയറിങ് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആവേശമുണ്ട്. ആവേശം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ചെറുപ്പക്കാരനായ ഒരു വൈദികൻ ഇതുപോലത്തെ ഒരു മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇത്തരം വെല്ലുവിളികളുടെ നടുവിൽ ജീവിക്കുന്നത് തീർച്ചയായിട്ടും മറ്റു വൈദികർ അങ്ങനെ ഉണ്ടാവും. പക്ഷേ അച്ഛനെ ഞങ്ങൾ കേൾക്കുമ്പോൾ ഇത് വലിയൊരു പ്രചോദനമാണ് നമ്മുടെ ഉള്ളിൽ. എന്താ ഇന്നത്തെ ആളുകളോട് ഇത്രയും മിഷൻ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ അച്ഛന് ജനറലി മിഷനെക്കുറിച്ച് പറയാൻ തോന്നുന്നത് എന്താ? ശരിക്കും പറഞ്ഞാൽ ബൈബിളിലുള്ള വചനമാണ് എൻ്റെ മനസ്സിലിപ്പം വരുന്നത്. വിളവധികം വേലക്കാർ ചുരുക്കം. അപ്പോൾ വിളവിൻ്റെ നാഥനോട് വിളവിന് കൂടുതൽ വിലക്കാരെ അയക്കാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ആ പ്രാർത്ഥനയാണ് ഏറ്റവും ആവശ്യമുള്ളത്.
ചിലപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ ഷാലോം ടി വിയിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഒന്നും ഒരു ആഫ്രിക്കൻ മിഷനിലേക്ക് കടന്നു ചെല്ലാനോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ ഒരു മിഷനിലേക്ക് കടന്നു ചെല്ലാനോ സാധിച്ചെന്ന് വരില്ല. പക്ഷേ അവർക്ക് അവരായിരിക്കുന്ന അവസ്ഥയിൽ ആ മിഷന് വേണ്ടി കുറച്ച് സഹനങ്ങൾ സഹിക്കാനും കുറച്ച് പ്രാർത്ഥിക്കാനും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആ മിഷനിലുള്ള ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. അച്ഛൻ പറയണത് ഞങ്ങൾക്ക് മിഷണറി ആവാം, പക്ഷേ ഞങ്ങൾക്ക് ഒരുപക്ഷെ അച്ഛനെ പോലെ സൗത്ത് സുഡാനിൽ പോകാനോ ആഫ്രിക്കൻ രാജ്യത്ത് പോകാനോ സാധിക്കത്തില്ല. പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് അച്ഛന് പറയാൻ പറ്റുമോ, എങ്ങനെ ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ ആൾക്കും എങ്ങനെ ഒരു മിഷണറി ആവാൻ പറ്റും? നമ്മുടെ ശരിക്കുള്ള ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും മിഷണറിയാണ്. നമ്മുടെ മാമോദിസയോട് കൂടി തന്നെ നമുക്ക് ആ ഒരു മിഷണറിയുടെ ഒരു മാൻഡേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതെ, ഗോ ആൻഡ് പ്രൊക്ലെയിം എന്നാണ്. നമ്മൾ പോയി ഈശോയെ കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അത് നമ്മൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നവർക്ക് പുറത്തേക്കൊക്കെ പോകാം, മറ്റു മിഷനിലേക്കൊക്കെ പോയി പ്രഘോഷിക്കാം. അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു മിഷണറി ആവണം. നമ്മുടെ ഈശോ, എൻ്റെ ഈശോയെ എനിക്ക് എങ്ങനെ ഏറ്റവും ഫലപ്രദമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ ജീവിച്ചാൽ മതി. നമ്മുടെ ജീവിതം ഈശോയ്ക്ക് കൊണ്ട് നമ്മൾ ജീവിക്കുക, ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രഘോഷണം. ഫ്രാൻസിസ് അസീസി പറഞ്ഞതുപോലെ സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമെങ്കിൽ മാത്രം സംസാരിക്കുക. അതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. നമ്മളെ ജീവിതം കൊണ്ട് നമുക്ക് എത്രമാത്രം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും, എത്രമാത്രം മറ്റുള്ളവർക്ക് ഒരു സഹായമാകാൻ പറ്റും, മറ്റുള്ളവരുടെ വേദനയിൽ ഒന്ന് പങ്കെടുക്കാൻ പറ്റും. ഒരാൾക്ക് സഹനങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ ഒന്ന് പുറത്തോട്ട് ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് കരയാൻ നമ്മുടെ ഒരു തോള് കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു മിഷണറി പ്രവർത്തനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മളിപ്പോൾ ഈ സൗത്ത് സുഡാനിൽ ഇപ്പോൾ ആഭ്യന്തര കലാപം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ നമ്മൾ ടി വിയിലൊക്കെ കേൾക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ സുഡാനിൽ ബോംബ് സ്ഫോടനം നടന്നു, അല്ലെങ്കിൽ കലാപകാരികൾ ഇത്ര പേരെ കൊന്നു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവരൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് വേണ്ടി, ആ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഒന്ന് ഓർക്കാൻ. അവരും ദൈവമക്കളാണ്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിളിക്കപ്പെട്ട മക്കളാണ് അവരെ ഒന്ന് ഓർക്കാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ്. ഈശോയെ എന്നൊന്ന് വിളിച്ച് അവരെ ഈശോയുടെ മുന്നിലേക്ക് ഒന്ന് എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമായിരിക്കും. എനിക്കൊണ്ട് ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു മിഷണറി പ്രവർത്തനമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മിഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛൻ അവസാനം അച്ഛൻ ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച അച്ഛനെ ദൈവം വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടത്തി ഒരു മിഷൻ പ്രദേശത്തെ ഒരു വൈദികനാവാനുള്ള ആഗ്രഹം ഉള്ളിൽ നിറച്ച് അച്ഛൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാമിലും നാഗാലാൻഡിലും മണിപ്പൂരിലും ഒക്കെ അരുണാചലിലും ഒക്കെ വലിയൊരു ധീര മിഷണറി ആയിട്ട് അച്ഛൻ ജീവിച്ചു. ധാരാളം അനുഭവങ്ങൾ അച്ഛൻ പങ്കുവച്ചു. ഇപ്പോൾ അച്ഛൻ ആഫ്രിക്കയിൽ സൗത്ത് സുഡാനിൽ അച്ഛനെ ദൈവം ഉപയോഗിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 2-3 വർഷമായിട്ട് അച്ഛൻ 2 വർഷത്തോളമായിട്ട് പഠനത്തിന് വേണ്ടി റോമിലും നോർത്ത് ഈസ്റ്റിലും എല്ലാം പഠനത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് വീണ്ടും അച്ഛൻ അടുത്ത ആഴ്ച മടങ്ങിപ്പോവുക. അച്ഛാ, ഇത്രയൊക്കെ ദൈവം നടത്തിയപ്പോൾ ഒരു മിഷണറി എന്ന നിലയിൽ വീണ്ടും ആഫ്രിക്കൻ മിഷനിലേക്ക് മടങ്ങിപ്പോകുന്ന മിഷണറിയായ ഷൈജൻ അച്ഛന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് എന്താ തോന്നുന്നത് അച്ഛൻ? എനിക്ക് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തിരിച്ച് സുഡാനിലേക്ക് പോകുന്ന പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ വരെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവധിക്കാലത്ത് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സന്തോഷം. എനിക്ക് 2-2.5 വർഷത്തോളം ഞാനിപ്പോൾ പുറത്ത് മിഷനിൽ നിന്ന് മാറി നിന്നിട്ട് ഇപ്പോൾ തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ശരിക്കും ഒരു ഹോം കമ്മിങ് ആണ്. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വരിക, എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് കാണാനുള്ള ആ ഒരു ആഗ്രഹത്തോടും ആ തീക്ഷ്ണതയോടും കൂടിയാണ് ഞാൻ പോകുന്നത്. ഇത്രയും കാലം ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഇത്രയും പുരോഗതി പ്രാപിച്ചതുകൊണ്ട് ഞാൻ അവിടെ അല്ലായിരുന്നെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ഓരോ ദിവസം വന്ന പോലെ അവിടെ നിന്നുള്ള കാര്യങ്ങൾ, ന്യൂസുകൾ, അവിടുത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എങ്കിലും അവരെ ഫിസിക്കലായിട്ട് ഇരുന്നത് കൊണ്ടുള്ള ഒരു വിഷമം, അതിപ്പോൾ എനിക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ച് സുഡാനിലെത്തും. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തോടുകൂടി ഞാൻ പോകുന്നത്. എന്നെ ഈശോ നയിച്ച വഴികളിൽ ഈശോയ്ക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് ഞാൻ ശരിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വൊക്കേഷനെ കുറിച്ചാണെങ്കിലും എൻ്റെ ദൈവവിളിയെക്കുറിച്ചാണെങ്കിലും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു കഴുതയാവുക. ഒരു കഴുത, ഈശോ ജെറുസലമിലേക്ക് അവിടെ പട്ടണത്തിലേക്ക് പോയപ്പോൾ ഒരു കഴുതയുടെ പുറത്താണ് കയറിപ്പോയത്. അപ്പം ഞാൻ ഒരു കഴുതയായി തീരുക ഈശോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈശോ എൻ്റെ മുകളിലുണ്ടെങ്കിൽ ഞാൻ നടന്നോളും എവിടെ വേണമെങ്കിൽ. അപ്പോൾ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹവും പരിഗണനയും ആ ഒത്തിരി സന്തോഷമൊക്കെ നമ്മൾ സ്വീകരിക്കും. അപ്പോഴും എനിക്കറിയാം ഇത് എന്നെ ഇത്രയും സ്നേഹത്തോടെയും പരിഗണനയോടെയും ഇവർ കരുതുന്നതിൻ്റെ കാരണം ഇത് എന്നിലുള്ള നന്മ കണ്ടിട്ടോ എൻ്റെ മഹത്വം കണ്ടിട്ടോ എന്നല്ല, എൻ്റെ ഉള്ളിലുള്ളവൻ, എന്നെ നയിക്കുന്നവൻ, എന്നിൽ ഉള്ള ഈശോയെ കണ്ടിട്ടാണ് അവർ ചെയ്യുന്നത്. ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. ആ ഒരു തിരിച്ചറിവോടുകൂടിയാണ് ഞാൻ വീണ്ടും ഒരു ഈശോയ്ക്ക് ഒരു കഴുതയായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് ഈശോയെ കൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ളൊരു പ്രേരണ. അച്ഛാ, ഈശോയ്ക്ക് വേണ്ടി ഒരു കഴുതയായി ഇനിയും മുന്നോട്ട് ജീവിക്കാൻ പറ്റട്ടെ, ഒരു ധീര മിഷണറി ആവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അച്ഛൻ്റെ ഉള്ളിലുള്ള
എൻ്റെ ഉള്ളിലുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈശോ നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ. പ്രത്യേകിച്ച് അച്ഛനെ, അച്ഛൻ്റെ ഇനി പോകുന്ന പുതിയ മിഷനിലും അനുദിനം ഈശോ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശാലോം ടി വിയുടെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ 2 എപ്പിസോഡിലും അച്ഛൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിനും വളരെ ഹൃദ്യമായ പങ്കുവയ്ക്കലിലൂടെ ഞങ്ങൾക്ക് ഏവർക്കും നൽകിയ വലിയ പ്രേക്ഷിത പ്രചോദനങ്ങൾക്കും ഒത്തിരി നന്ദി. അതെ, സുവിശേഷ പ്രഘോഷണം ഒരു വെല്ലുവിളിയാണ്. ക്രൂശിതന്റെ വഴി കല്ലുകളും മുള്ളുകളും നിറഞ്ഞതാകുന്നു. ക്രിസ്തു സ്നേഹം കൊതിയോടെ കാത്തിരിക്കുന്ന ജനതകളാണ് ലോകമെങ്ങും. പക്ഷേ വേലക്കാരായി അയക്കപ്പെടുന്നവരോ ചുരുക്കം. കാലമേറെ കഴിയാറായി, കാഹളം ഇതാ കേൾക്കാറായി. ലോകമെങ്ങും നഷ്ടപ്പെടുന്ന ആത്മാക്കളെ നേടുവാനായി നമുക്കും യാത്രയാകാം. പുത്തൻ ആകാശങ്ങൾ തേടാം. ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാം. വലിയ മുക്കുവന്റെ കാലടികൾ പിഞ്ചെല്ലാം. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.